എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അതിൻ്റെ മദർ ബോർഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മദർ ബോർഡിനെ കുറിച്ചാണ് പറയുന്നത്. മദർ ബോർഡിനെ പറയുന്ന പേരാണ് PCB, അതായത് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. അപ്പോൾ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ടൈപ്പ് ബോർഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് വെച്ചിട്ട് ഈ ബോർഡ് വെച്ചിട്ടൊരു വാട്ടർ ലെവൽ കൺട്രോളറിൻ്റെ ബോർഡ് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനേക്കാളും കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള മറ്റൊരു മദർ ബോർഡാണിത്. ഇതിൻ്റെ പേര് പറയുന്നത് സിംഗിൾ സൈഡഡ് ഗ്ലാസ് PCB എന്ന് പറയാം. ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രം നമുക്ക് കമ്പോണൻസ് പിടിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി വേറൊരു ബോർഡ് കാണിച്ചു തരാം. ഇത് ഡബിൾ സൈഡഡ് ഗ്ലാസ് PCB ആണ്. ഇതൊരു 2 ലെയർ ഡബിൾ സൈഡഡ് ഗ്ലാസ് PCB ആണ്. അപ്പോൾ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ യുവാരിയോണ്ട് വാട്ടർ ലെവൽ കൺട്രോളേഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഇതേപോലത്തെ ബോർഡാണ്. ബോർഡുകൾ ഇത് മാത്രമല്ല, ഇതിനേക്കാളും ക്വാളിറ്റി ഉള്ള ബോർഡുകളുണ്ട്. മൾട്ടി ലെയർ ആയിട്ടുള്ള ബോർഡുകൾ. ഇതിൻ്റെ തിക്നെസ്, ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലൊക്കെ അനുസരിച്ച് ബോർഡിൻ്റെ ക്വാളിറ്റിയിൽ ഇനിയും മാറ്റം വരും. അതുപോലെ ഫ്ലെക്സിബിൾ PCB എന്ന് പറഞ്ഞിട്ട് നമുക്ക് മടക്കാനും തിരിക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് ബോർഡുകൾ വേറെയുണ്ട്. അപ്പോൾ ഞാൻ ഇത് 3 വെച്ച് പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റിലുള്ള വ്യത്യാസം പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു വാട്ടർ ലെവൽ കൺട്രോളറിൻ്റെ ബോർഡ് ചിലപ്പോൾ ഇതേപോലത്തെ ബോർഡൊക്കെ ആയിരിക്കും. ഇതുപോലെ ഇതിൻ്റെ പൈസ കൂടുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ ബോർഡിൻ്റെ ക്വാളിറ്റിയിൽ മാറ്റം വരും, കമ്പോണൻസിൻ്റെ ക്വാളിറ്റിയിൽ മാറ്റം വരും, അതേപോലെ തന്നെ ടെക്നോളജിയിലും നമുക്ക് ഇതിനനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിൻ്റെ റേറ്റിലുള്ള വ്യത്യാസം, അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിനനുസരിച്ച് അതിൻ്റെ റേറ്റിൽ വ്യത്യാസം വരാം. ടെക്നോളജി, ഫ്യൂച്ചേഴ്സ്, പ്രൊട്ടക്ഷൻ, ഇതിനൊക്കെ അനുസരിച്ച് അതിൻ്റെ റേറ്റിൽ വ്യത്യാസം വരാം. അപ്പോൾ ഒരു ഇലക്ട്രോണിക് ഉപകരണം നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നല്ല രീതിയിൽ അതിനെപ്പറ്റി റിസർച്ച് നടത്തി ഏറ്റവും മികച്ച പ്രൊഡക്റ്റിൽ വേണ്ട ബിൽഡ് ക്വാളിറ്റി എന്തൊക്കെയായിരിക്കണം, ഏറ്റവും മികച്ച പ്രൊഡക്റ്റിൽ വേണ്ട ഫ്യൂച്ചേഴ്സ്, പ്രൊട്ടക്ഷൻസ്, ഇതൊക്കെ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഒരു അറിവുണ്ടായതിനു ശേഷം മാത്രം ഒരു ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക.